വിശുദ്ധ ദിവസം കൂടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ സ്തോത്രം വിക്ടറി ഇൻ്റർനാഷണൽ AG വർഷിപ്പ് സെൻറ്ററിലേക്ക് എല്ലാ ദൈവമക്കൾക്കും സ്വാഗതം. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അല്പസമയ ചിന്തയ്ക്കായി നമുക്കൊരു വചനഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം നമുക്ക് വായിക്കാം. പിന്നെ മഹാപുരോഹിതനും സദുക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിൽ ആക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. എത്ര പേർക്ക് പകൽക്കാല സന്തോഷമുണ്ട്? കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു ചില വാതിലുകളെ ദൈവം തുറക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്? ഇന്ന് പകൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പ്രതീക്ഷ ഞാൻ തിരിച്ചറിയുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രത്യാശ, നിങ്ങളുടെ പ്രതീക്ഷ തിരിച്ചറിയുന്ന ഒരുവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 12:7 വായിക്കുമ്പോൾ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നു. സ്തോത്രം പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ഇന്ന് പകൽ ദൂതന്മാരെ കുറിച്ച് 1-2 കാര്യം ഞാൻ വേഗത്തിൽ പറയാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒത്തിരി ദൂതന്മാരുണ്ട്. പല ദൗത്യങ്ങൾ ചെയ്യുന്ന ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. വിശുദ്ധ ദൂതന്മാരുണ്ട്, ശ്രേഷ്ഠ ദൂതന്മാരുണ്ട്, ശക്തിയേറിയ ദൂതന്മാരുണ്ട്, വീരന്മാരായ ദൂതന്മാരുണ്ട്. എന്നാൽ ഇവരിലെല്ലാവരിലും വ്യത്യസ്തമായൊരു ദൂതനാണ് കർത്താവിൻ്റെ ദൂതൻ. ഈ കർത്താവിൻ്റെ ദൂതൻ കൂടുതലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് പുതിയ നിയമത്തിനകത്താണ്. എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് വേണ്ടിയ ഈ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായത്. അപ്പോൾ ഈ ബാക്കിയുള്ള ദൂതന്മാർക്കെല്ലാം പ്രത്യേകതയുണ്ട്. യുദ്ധം ചെയ്യുന്ന ദൂതന്മാരുണ്ട്, അവർക്ക് യുദ്ധം മാത്രമേ ചെയ്യാൻ പറ്റൂ. ദൂതുവാഹികളായ ദൂതന്മാരുണ്ട്, അവർക്ക് ദൂത് മാത്രമേ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങിയാൽ സ്തോത്രം കർത്താവ് ഇറങ്ങുന്നതിന് തുല്യമാണ്. ഇന്ന് പകൽ നമുക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതന്മാർ സാധാരണ ദൂതന്മാരല്ല. ഇന്ന് പകൽ നമുക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതന്മാർ കർത്താവിൻ്റെ ദൂതനാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൂതന് ദൂത് പറയാനും പറ്റും. സ്തോത്രം ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ പറ്റും. എത്ര ശത്രു അടച്ചു പൂട്ടിയ വാതിലുകളെയും കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങിയാൽ അത് തുറന്നു വരും. കർത്താവിൻ്റെ ദൂതന്റെ മുമ്പിൽ ഒന്നിനും നിൽക്കാൻ പറ്റുകയില്ല. അധികാരങ്ങളെ തകർക്കുവാനുള്ള ശക്തി കർത്താവിൻ്റെ ദൂതനുണ്ട്. ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളുടെ കൂട്ടത്തും ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഇന്ന് പകൽ അത് തിരിച്ചറിഞ്ഞിട്ടേ പോകാവൂ. ഞാനും നിങ്ങളും സാധാരണ വ്യക്തികളല്ല. നമുക്ക് വേണ്ടി പ്രത്യേക പ്രൊട്ടക്ഷൻ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ഇടത്തും വലത്തും ദൂതന്മാർ നിൽപ്പുണ്ട്. ഇതുവരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽ ആ ദൂതനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇത് പകൽ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി. എന്തിനാണെന്നറിയോ? സ്തോത്രം പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കാനുള്ള കാരണം ഇതാണ്. അപ്പോസ്തല പ്രവൃത്തി 5:17 വായിക്കുമ്പോൾ പിന്നെ മഹാപുരോഹിതന്മാരും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിൽ. ഇപ്പോൾ ഇവർ ഈ കാരാഗ്രഹത്തിനകത്താകാനുള്ള കാരണം എന്താ? ഇവർക്ക് നേരെ എഴുന്നേറ്റത് മഹാപുരോഹിതന്മാരും പിന്നെ സദൂക്യർ. ഈ സദൂക്യർ എഴുന്നേക്കാനുള്ള കാരണം എന്താണെന്നറിയോ? സദൂക്യർ വിശ്വസിച്ചിരുന്നത് പുനരുത്ഥാനം, മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല, മരിച്ച ശേഷം ആത്മാവെന്ന് പറയുന്നത് സംഭവമില്ല, പിന്നെ ദൂതന്മാരും ഭൂതങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സദൂക്യർ. പക്ഷെ അപ്പോസ്തലന്മാർ എഴുന്നേറ്റിട്ട് അവരെന്താ പ്രസംഗിച്ചത്? അവർ പ്രസംഗിച്ചത് ഒരു പുനരുത്ഥാനം ഉണ്ട്. ഇന്ന് പകൽ പിശാചിന്റെ പദ്ധതികൾ പൊളിയുമ്പോൾ പിശാച് എഴുന്നേൽക്കും. അവൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനം പൊളിയുമ്പോൾ അതുവരെ അവൻ മൗനമായിരിക്കും. നമ്മൾ പാടിയാലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അവന്റെ അടിസ്ഥാനം ഇളക്കുന്ന ഒരു കാര്യം ഒരുവന്റെ മേൽ വെളിപ്പെട്ടാൽ അവൻ പിശാച് ഇളകും. അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, ഒരു പുനരുത്ഥാനമുണ്ട്. അവൻ ജീവന്റെ വചനം വിളിച്ചു പറഞ്ഞപ്പോൾ, ജീവന്റെ വചനം വെളിപ്പെട്ടു വന്നപ്പോൾ അവരെ പിടിച്ച് എന്ത് ചെയ്തു? കാരാഗ്രഹത്തിനകത്ത് ആക്കി.
അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിനകത്താക്കി. ഞാൻ ഇന്ന് പകൽക്കാലം പത്രോസിൻ്റെ വിടുതലല്ല ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുന്നത്. ഇന്ന് പകൽ നമ്മുടെ വിടുതലാണ് നമ്മുടെ വിഷയം. ഇവരിങ്ങനെ കടന്നുപോയ വഴികളിലൂടെ നമ്മൾ പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ചില വിടുതലുകൾ വെളിപ്പെടാൻ പോകുക. അപ്പോൾ ഇവർക്ക് നേരെ വന്ന ഈ ബന്ധനം എന്തെന്ന് ചോദിച്ചാൽ, ഇവരുടെ അകത്ത് കിടക്കുന്ന സുവിശേഷത്തെ ഒതുക്കി, ഇവരുടെ അകത്ത് കിടക്കുന്ന തീഷ്ണതയെ ഒതുക്കി, ഇവരെ കാരാഗ്രഹത്തിനകത്താക്കിയിട്ട് പറഞ്ഞു, ഇനി സ്തോത്രം ഞങ്ങൾക്ക് വിരോധമായി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിനക്ക് പ്രസംഗിക്കാൻ, നിന്റെ വിശ്വാസത്തിന് നേരെയുള്ള പോരാട്ടം. ഇന്ന് പകൽ ആ കാലഘട്ടങ്ങളിൽ പത്രോസിനെ എന്ത് ചെയ്തു? പത്രോസിനെ ഒറിജിനലായി പിടിച്ച് കാരാഗ്രഹത്തിനകത്തിട്ടു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ആരെയും പിടിച്ച് എന്ത് ചെയ്യത്തില്ല, നമ്മൾ ആരെയും പിടിച്ച് കാരാഗ്രഹത്തിനകത്ത് ഇടത്തില്ല. പക്ഷെ നമ്മളെ പുറമേയുള്ള മനുഷ്യനെ കാരാഗ്രഹത്തിനകത്ത് ഒതുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ അകമേ ഉള്ളവൻ എന്ത് ചെയ്യും? ഇപ്പൊ കാരാഗ്രഹത്തിനകത്ത് കിടന്നാൽ സുവിശേഷം പറയാൻ, ഹലോ, സുവിശേഷം പറയാൻ പറ്റുമോ? ഇല്ല. കാരാഗ്രഹത്തിനകത്ത് കിടന്ന് സുവിശേഷം പറയാൻ പറ്റില്ല. കാരാഗ്രഹത്തിനകത്ത് കിടന്ന് ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നോക്കിയേ, എവിടെയൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. നമുക്കെല്ലാ കൂട്ടായ്മയ്ക്ക് പോലും പോകാൻ പറ്റാതെ വണ്ണം നമ്മൾ എന്ത് ചെയ്തിരിക്കുക? കാരാഗ്രഹത്തിൽ. ഇപ്പോഴാണ് പാസ്റ്റർ ഞങ്ങൾക്ക് ഇത് വെളിപ്പെട്ടു വന്നത്. ഞങ്ങൾ വിചാരിച്ചപ്പോൾ പത്രോസിനെ ലോക്ക് ചെയ്ത കാര്യമോ പാസ്റ്റർ പറഞ്ഞു. ഇല്ല, നമ്മുടെ ലോക്ക് പൊട്ടിക്കാനാണ് ഇന്ന് പകൽക്കാലം ഞാനിവിടെ നിൽക്കുന്നത്. സ്തോത്രം. നമ്മുടെ അകത്തൊരു സുവിശേഷം കിടപ്പുണ്ട്, നമ്മുടെ അകത്തൊരു തീ കിടപ്പുണ്ട്, നമ്മുടെ അഭിഷേകം ഇരിപ്പുണ്ട്. ഇന്ന് പകൽ ഈ അഭിഷേകം വെളിപ്പെട്ടാൽ നമ്മുടെ മാത്രമല്ല അനേകരുടെ ബന്ധനങ്ങൾ അഴിയും. ഇന്ന് പകൽ ഞാൻ പറയും, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ, നിന്റെ വിടുതൽ മാത്രമല്ല അനേകരുടെ വിടുതൽ ഇന്ന് പകൽക്കാലം ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ, ഇന്ന് പകൽ ഞാൻ പറയും, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അനേകരുടെ വിടുതൽ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്, അനേകരുടെ സമാധാനം നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്, അനേകരുടെ ആശ്വാസം നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ ഇത് വെളിപ്പെടാതെ വണ്ണം സ്തോത്രം ഹല്ലേലൂയ കാരാഗ്രഹത്തിനകത്ത് ലോക്ക് ചെയ്തു. പക്ഷെ എന്ത് ചെയ്തെന്നറിയാമോ? കർത്താവിന്റെ ദൂതൻ എന്ത് ചെയ്തു? അവർ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ അവിടെ വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ എവിടെ ഇറങ്ങി? ഇന്ന് പകൽ ദൈവകുഞ്ഞ്, നിന്റെ കാരാഗ്രഹത്തിനകത്ത് ദൈവം ഇറങ്ങാൻ പോവാ. നിന്റെ മേൽ കിടക്കുന്ന നുകത്തെ ദൈവം പൊട്ടിക്കാൻ പോവാ. ഇന്ന് പകൽ ആ നുകം പൊട്ടിയാൽ നാളത്തെ ആരാധന കാണാൻ പറ്റും. അപ്പൊ എനിക്ക് പൊട്ടിക്കാതിരിക്കാൻ ഇത് പറ്റത്തില്ല. ഇന്ന് പകൽ ചില നുകങ്ങൾ ഇതിനകത്ത് പൊട്ടാൻ പോകുക. സ്തോത്രം. ഇന്ന് പകൽ നമ്മുടെ കാലിനെ ഒതുക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ അഭിഷേകത്തെ ഒതുക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ എൻ്റെ ആരാധനയെ ഒതുക്കാൻ പറ്റത്തില്ല, എൻ്റെ അഭിഷേകത്തെ ഒതുക്കാൻ പറ്റത്തില്ല, എൻ്റെ അന്യഭാഷയെ ഒതുക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം സ്തോത്രം ചിലരെ പിശാച് ഒതുക്കി വെച്ചിരിക്കുക. നീ ആരാധിക്കരുത്, നീ പ്രാർത്ഥിക്കരുത്, നീ അന്യഭാഷ പറയരുത്. ചിലർക്ക് വീടാണ് ഒരു കാരാഗ്രഹം, ചിലർക്ക് ചില വ്യക്തികളാണ് ഒരു കാരാഗ്രഹം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഏത് കാരാഗ്രഹത്തിനകത്ത് ഒതുക്കപ്പെട്ടാലും എന്റെ യേശു കർത്താവ് പറയാ, ഇന്ന് പകൽ എന്റെ ദൂതൻ ഇറങ്ങി വന്ന് നിന്റെ നുകത്തെ പൊട്ടിച്ച്, എന്റെ ദൂതൻ ഇറങ്ങി വന്ന് നിന്റെ കാരാഗ്രഹ നുകങ്ങളെ പൊട്ടിച്ച് ഇന്ന് പകൽ നിന്റെ ആത്മീക തലത്തിൽ ഒരു വിടുതൽ വെളിപ്പെടും. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ ഇന്ന് പകൽ എൻ്റെ മേൽ കിടക്കുന്ന നുകങ്ങൾ എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി വചനം പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ദൈവകുഞ്ഞ് നീ ചോദിക്കുന്നതെല്ലാം വെളിപ്പെട്ടു വരും. ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം നീ ചോദിച്ചിട്ടല്ല ദൈവകുഞ്ഞ് സ്തോത്രം, നിന്നെ വിളിക്കുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടുന്നതെല്ലാം കരുതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽക്കാലം നീ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ തുടങ്ങിയാൽ ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത വചനം ഇങ്ങനെ പറഞ്ഞു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ദൈവത്തിന്റെ മഹത്വം. ദൈവകുഞ്ഞെ, നീ പാർക്കുന്ന പട്ടണത്തിൽ നിന്റെ ചാർച്ചക്കാരുടെ നടുവിൽ നീ കാണത്തക്ക നിലകളിൽ ദൈവത്തിന്റെ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഇന്ന് പകൽക്കാലം ചില നുകങ്ങൾ നിന്റെ മേൽ വെച്ച് നിന്റെ ആത്മീക തലങ്ങളെ ഒതുക്കുന്ന, നിന്റെ പ്രാർത്ഥനയെ ഒതുക്കുന്ന, നിന്റെ അഭിഷേകത്തെ ഒതുക്കുന്ന, നിന്റെ ആരാധനയെ ഒതുക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഇന്ന് പകൽക്കാലം
ആത്മാവ് പറയുന്നു, കർത്താവിന്റെ ദൂതൻ ഇന്ന് പകൽ ഇറങ്ങാൻ പോവുകയാണ്. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങും, കർത്താവിന്റെ ദൂതൻ ഇറങ്ങും ഇന്ന് പകൽ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആമേൻ, കർത്താവിന് മഹത്വം കൊടുത്തോണം. ഇന്ന് പകൽ കർത്താവിന്റെ ദൂതൻ ഇറങ്ങിയ ഒരു ദൈവപ്രവൃത്തിയല്ല, നിന്റെ ജീവിതത്തെ സകല പ്രവൃത്തികളെയും ആമേൻ നിറവേറ്റുവാൻ ഇന്ന് പകൽ ആമേൻ ദൂതൻ ഇറങ്ങും, ദൂതൻ ഇറങ്ങും. എന്നാൽ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനോട് അവരെന്താ ചെയ്തേ? ആ വാക്യം വായിച്ചേ. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ആമേൻ സ്തോത്രം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് അവന്റെ വിലാപ്പുറത്ത് ചെയ്തു ആമേൻ തട്ടി. സ്തോത്രം. ഇന്ന് പകൽ നമ്മളെ തട്ടി ഉണർത്തും. ആമേൻ. ദൂതൻ ഇറങ്ങിയാൽ നമ്മൾ ഉണരും. ആമേൻ. ഇവിടെ പത്രോസിന്റെ കാരാഗ്രഹത്തിനകത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ പിടിച്ചിട്ടിരിക്കുമ്പോൾ ആമേൻ ആള് സുഖമായിട്ട് എന്ത് ചെയ്യുക? ഇന്ന് പകൽ മഹത്വം ചലിക്കാൻ പോകുക. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ദൈവകുഞ്ഞൻ നിന്റെ മേൽ ആമേൻ നിന്റെ ഭവനത്തിനകത്ത് നീ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ വിഷയത്തിനകത്ത് കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങുമെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ ആ കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങിയാൽ ചില നുകങ്ങൾ ഇനി നിന്റെ മേൽ വെച്ച് പുലർത്തി നിന്നെ ആമേൻ ഒതുക്കുവാൻ പറ്റത്തില്ല, നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി. ഇന്ന് പകൽ നീ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ നിന്നെ സ്പർശിക്കുന്ന ഒരു ദൂതൻ ആമേൻ നിന്റെ അടുക്കൽ ഒരു ദൂതൻ നിൽപ്പുണ്ട്. നിന്റെ വിലാപ്പുറത്ത് തട്ടും. മതി, നീ ആമേൻ ഉറങ്ങിയത് മതി. ആമേൻ. കാരാഗ്രഹത്തിനകത്ത് നിന്നെ ഉറങ്ങാനല്ല ആമേൻ ഞാൻ അനുവദിച്ചത്, ഉറങ്ങാനല്ല. നീ എഴുന്നേൽക്കും, നീ എഴുന്നേൽക്കും. ആമേൻ. നിന്റെ തട്ടി ഉണർത്ത്. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ തട്ടി ഉണർത്തും. മതിയെന്ന് നീ ഉറങ്ങിയത് ആമേൻ നീ എഴുന്നേറ്റാൽ ചില ദൈവപ്രവർത്തികൾ നിന്റെ കുടുംബത്തിനകത്ത് ആമേൻ വെളിപ്പെടും. നീ എഴുന്നേറ്റാൽ നിന്റെ വീട്ടിനകത്ത്, നിന്റെ ജോലിക്കകത്ത് ആമേൻ നീ ആമേൻ സ്വന്തം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾക്കകത്ത് ഒരു ദൈവപ്രവർത്തി ആമേൻ വെളിപ്പെടാൻ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി നിന്നെ തട്ടി ഉണർത്തുകയാണ്. അവനെ തട്ടി ഉണർത്തി. അവൻ ഉടനെ അവന്റെ കൈമേൽ നിന്ന് ഓ സ്തോത്രം. ദൂതൻ ഇറങ്ങി തട്ടി ഉണർത്തിയ കൈമേൽ നിന്ന് എന്ത് ചെയ്യും? ഈ ചങ്ങല ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ചങ്ങലകൾ പൊട്ടണം. ചങ്ങല പൊട്ടിയാൽ പിന്നെ നിർത്താൻ പറ്റുകയില്ല. ഇന്ന് പകൽ ആ ചങ്ങലകളെ ദൈവം പൊട്ടിക്കുക. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ ഉടനെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവൻ എഴുന്നേറ്റാൽ ചങ്ങലകൾ വീഴും. ഇത് പകൽ ഞാൻ പറയും, ഒരു കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ എഴുന്നേറ്റാൽ നീ ബലവാനാണോന്നല്ല, അവൻ നിന്റെ ബലമല്ല ദൈവത്തിന്റെ വിഷയം. അവൻ നീ എഴുന്നേറ്റാൽ മതി. അവൻ നീ പ്രാർത്ഥനയിലൊന്ന് എഴുന്നേൽക്ക്, നീ ആത്മാവിലൊന്ന് എഴുന്നേൽക്ക്. നീ ഇനിയും കിടന്ന് ഉറങ്ങണ്ട. നിന്റെ ആത്മമണ്ഡലം ഉറങ്ങിപ്പോകരുത്. നീ എഴുന്നേറ്റാൽ ചില ചങ്ങലകൾ വീഴും. അപ്പോസ്തലന്മാർ പൗലോസും ശീലാസും ഉണർന്നു. അവർ ഉണർന്നു ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ചങ്ങല മാത്രമല്ല, അവർ അനേകരുടെ ചങ്ങല വീണു. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിച്ചു പറയും, ദൈവകുഞ്ഞൻ നീ എഴുന്നേറ്റാൽ, ആമേൻ, നീ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റാൽ നിന്റെ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം നിന്റെ വീട്ടിനകത്തുള്ളവരുടെ ചങ്ങലകളെ വീഴിക്കും. ആമേൻ. വീട്ടിനകത്തു മാത്രമല്ല, നീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഇടങ്ങളിൽ ഇന്ന് പകൽക്കാലം ചില ചങ്ങലകൾ വീഴും. ചില ചങ്ങലകൾ വീഴും. ഇന്ന് പകൽ ഇവന്റെ മേൽ ഇട്ടിരിക്കുന്ന ചങ്ങല എന്താണെന്നറിയാമോ? എന്ത് ചങ്ങല ഇട്ടിരിക്കുന്നതെന്നറിയോ? ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ കണ്ടോ? ആമേൻ, സ്തോത്രം. അവന്റെ കയ്യിൽ കിടക്കുന്ന ചങ്ങല ഉണ്ടോ? ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും. അപ്പൊ യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും. ഹല്ലേലൂയ. ഇവന്റെ മേൽ കിടക്കുന്ന നുകം എന്ന് പറയുന്ന ചെറിയ നുകമല്ല. ഒന്ന് രാജാവിൻ്റെ നുകം. ഹെരോദാവിന് പത്രോസിനെ പേടിയാ. ഈ ഹെരോദാവന്മാർക്ക് എല്ലാവർക്കും ആരെ പേടിയാ? ഒന്നാമനായ ഹെരോദാവിൻ്റെ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു ജനിച്ചു. ആകപ്പാടെ സ്വസ്ഥതയില്ലാതായി. എന്താ?
കർത്താവ് വെളിപ്പെട്ടാൽ പിന്നെ അവൻ്റെ സ്ഥാനം, ഇന്ന് പകൽ പറഞ്ഞ ആമേ, കർത്താവ് വെളിപ്പെട്ടാൽ ചില ഹേരോദവന്മാരുടെ സ്ഥാനം പോകും, ചില ദേശാധിപന്റെ ശക്തി തകരും, ചില ദേശത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തിയുടെ ആമേ നുഖങ്ങൾ തകരും. ആമേ സ്തോത്രം. അത് തകരാതിരിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ചില ഹേരോദവന്മാർ എഴുന്നേൽക്കും. ഇന്ന് പകൽ ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നവൻ എഴുന്നേറ്റാൽ ഹേരോദാവിൻ്റെ ചങ്ങല അഴിയും. ആമേൻ. ദേശത്തിൻ്റെ ചങ്ങല അഴിയും. ഞാൻ പറയും, ഇതിനകത്തിരിക്കുന്ന നിങ്ങളാരും സാധാരണക്കാരല്ല. ദേശത്തിൻ്റെ ചങ്ങലകളെ അഴിക്കാൻ ദൈവകുഞ്ഞെ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും, നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞു യഹൂദന്മാരുടെ സകല പ്രതീക്ഷ. എന്താ യഹൂദന്മാരുടെ പ്രതീക്ഷ? ഇന്ന് പകൽക്കാലം യഹൂദന്മാർക്കൊരു പ്രതീക്ഷയുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയും, നിങ്ങളെ കുറിച്ച് ചിലർക്ക് ചില പ്രതീക്ഷയുണ്ട്. ആമേൻ. നീ ഇത്രയെ വളരാകൂ, നീ ഇത്രയെ ഉയരാകൂ. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. നീ അടുത്തൊരു വാതിൽ കാണരുത്, അടുത്തൊരു നന്മ കാണരുത് എന്ന് പറയുന്ന ചില പ്രതീക്ഷകളുടെ ചങ്ങലകൾ ഇന്ന് പകൽക്കാലം അഴിയാൻ പോവുകയാണ്. ശത്രുവിന് നിങ്ങളെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നീ നന്മ പ്രാപിക്കരുത്, നീ ഉയർച്ച പ്രാപിക്കരുത്, നീ ഇട്ട പദ്ധതി പൂർത്തീകരിക്കരുത്, ആമേൻ, നിന്റെ ജോലിയിൽ ഒരു ഉയർച്ച ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് ഇന്ന് പകൽ ആമേൻ നിങ്ങളുടെ മേൽ കിടക്കുന്ന ചില പ്രതീക്ഷകൾ, ഓ ശത്രുവിന്റെ ചില ആമേൻ പ്രതീക്ഷകൾ, നിങ്ങളുടെ തലമുറയുടെ ഉയർച്ചയ്ക്ക് വിരോധമായി കിടക്കുന്ന ശത്രുവിന്റെ ചില പ്രതീക്ഷകൾ, ഇന്ന് പകൽക്കാലം ഈ പ്രതീക്ഷയുടെ ചങ്ങലകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത് അഴിയാൻ പോകുകയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അത് അഴിക്കുന്ന ഒരു ദൂതൻ ഇതിനകത്ത് ഇന്ന് പകൽക്കാലം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽ മിണ്ടാതിരിക്കരുത്, ഇവിടെ ഇരുന്നു കൊണ്ട് വേറെ ഒന്നും ചിന്തിച്ചോണ്ടിരിക്കരുത്. ഇന്ന് പകൽ ചില ചങ്ങലകളെ ദൈവം അഴിക്കാൻ പോവുകയാ, ചില കാരാഗ്രഹത്തിന്റെ നുഖങ്ങളെ ദൈവം അഴിക്കാൻ പോവുകയാ. ആമേൻ. കർത്താവിന്റെ ദൂതൻ ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് ആമേൻ ഇതുവരെ ആമേൻ നിനക്ക് ചുറ്റും സേവകാത്മാക്കൾ നിന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ കർത്താവിന്റെ ദൂതൻ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുക. നാളുകൾ കൊണ്ട് നീ ചുമക്കുന്ന ആമേൻ ചില ചങ്ങലകളുണ്ട്. ആമേൻ നിനക്ക് ആമേൻ ഉയരുവാൻ കഴിയാതെ വണ്ണം നിന്നെ ലോക്ക് ചെയ്ത ചില ചങ്ങലകളുണ്ട്. ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു, ആ ചങ്ങല അഴിക്കുന്ന കർത്താവിന്റെ ദൂതൻ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നീ ചങ്ങല ചുമക്കണ്ട, നീ സ്വതന്ത്രയാകാൻ പോകുക. ഹല്ലേലൂയ. മനുഷ്യന്റെ പ്രതീക്ഷകളെ തകർക്കുന്ന ആമേൻ ദൈവത്തിന്റെ ദൂതൻ ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവിന്റെ ദൂതൻ ഇന്ന് പകൽ എനിക്ക് വേണ്ടി ഇറങ്ങും. ഇന്ന് പകൽ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി സ്തോത്ര കർത്താവിന്റെ ദൂതൻ ഇറങ്ങും. എൻ്റെ ജോലി മേഖലകളിൽ ആ കർത്താവിന്റെ ദൂതൻ ഇറങ്ങും. എൻ്റെ പഠന മേഖലകളിൽ ആ കർത്താവിന്റെ ദൂതൻ ഇറങ്ങും. എൻ്റെ മുൻപോട്ട് വിടാൻ കഴിയാതെ വണ്ണം എൻ്റെ കരത്തേൽ ഇടുന്ന ചങ്ങല അഴിക്കുന്ന ഒരു കർത്താവിന്റെ ദൂതൻ ഇന്ന് പകൽ എനിക്ക് വേണ്ടി ആമേൻ ആ കർത്താവിന്റെ ദൂതൻ ഇന്ന് പകൽ ഇറങ്ങുമെന്ന് ഇതിനകത്ത് എത്ര പേർ വിശ്വസിക്കുന്നു? എനിക്കറിയാം. ഇന്ന് പകൽ ആമേൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ആ ചങ്ങലകളെ അഴിക്കട്ടെ. പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി അവൻ എഴുന്നേറ്റ ഉടൻ തന്നെ ചങ്ങല എന്ത് ചെയ്തു? ചങ്ങല ആമേൻ അഴിഞ്ഞു. ഇന്ന് പകൽ ഞാൻ പറയും, ദൈവത്തിന്റെ സമയമാണെങ്കിൽ നീ ഉറങ്ങിക്കിടന്നാലും നീ ഉണർന്നിരുന്നാലും ദൂതൻ ഇറങ്ങും. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ആമേ കർത്താവ് ആമേ സ്വത്രം മൗനമായി ഇരിക്കത്തില്ല. ആമേ സ്വത്രം. ഹല്ലേലൂയ. ആമേ നമ്മൾ ഉറങ്ങിയിരുന്നാലും ആമേ ഇന്ന് പകൽ ഞാൻ പറയും, നീ ആമേ ദൈവകുഞ്ഞെ നീ കൈ അടിച്ചാലും കൈ അടിച്ചില്ലെങ്കിൽ, നീ സ്വത്രം പറഞ്ഞാലും സ്വത്രം പറഞ്ഞില്ലെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയുന്നു, സമയമായെങ്കിൽ കർത്താവിന്റെ ദൂതൻ നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് ഇന്ന് പകൽ നിന്നെ തട്ടി ഉണർത്തി നിന്റെ കയ്യിലെ ചങ്ങലകയെ ദൈവം അഴിക്കും. പത്രോസ് പ്രതീക്ഷിച്ചില്ല ഈ രാത്രി ഒരു ദൂതൻ ഇറങ്ങി എന്നെ വിടുവിക്കുമെന്ന്. ആമേൻ വിചാരിച്ചില്ല. ആമേൻ. ദേശാധിപതി ശക്തിയായിരിക്കുന്ന ഹേരോദാവ് എന്തിനാ ആമേ സ്തോത്ര ഹല്ലേലൂയ അവനെ കാരാഗ്രഹത്തിനകത്തിട്ടത്? യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നപ്പോൾ ആമേൻ യഹൂദന്മാർക്ക് പ്രസാദമായി. പത്രോസിനെയും എന്ത് ചെയ്യാന്ന് വിചാരിച്ചു? പത്രോസിനെയും ആമേൻ അതുപോലെ കൊല്ലാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ വചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, പത്രോസിനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രി. ഇന്ന് ഞാൻ പറയും,
ആമേൻ ആമേൻ. ദൈവകുഞ്ഞെ, നീ പ്രതിസന്ധിക്കകത്ത് അകപ്പെടുമെന്ന് നീ വിചാരിക്കുന്നതിൻ്റെ തലേ രാത്രി ഞാൻ ചോദിക്കുന്ന കർത്താവേ, എന്തിനാ ദൈവമേ നീ തലേ രാത്രി വെളിപ്പെട്ടത്? എൻ്റെ ദൈവം പറയുക, നിന്നെ ഞാൻ അനർത്ഥത്തിനകത്ത് കടത്തിവിടത്തില്ല. യാക്കോബ് കടന്നെടുത്തൂടെ നിന്നെ കടത്തിവിടാൻ എനിക്ക് മനസ്സില്ലെന്ന്. ആമേൻ. മറ്റുള്ളവർ തകർന്നെങ്കിൽ ആമേൻ, ചിലരൊക്കെ തകർന്നു പോയത് കണ്ടിട്ട് ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞു, നിന്നെ ആ തകരുവാൻ വിടത്തില്ല, ആ തകർച്ചയിലൂടെ നിന്നെ വിടത്തില്ല. ആമേൻ. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ആമേൻ. എന്റെ രാജ്യത്തിന് വേണ്ടി ആമേൻ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ദൈവത്തിന് പ്രയോജനമുള്ളവനെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് പകൽ പറഞ്ഞ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. അടുത്തിരിക്കുന്ന ഒരാളിന് കരം കൊടുത്തിട്ട് പറഞ്ഞ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ശത്രുവിന് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. പിശാച് ആമേൻ, പിശാചിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. ഓ, പിശാചിന് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ ഭർത്താവിന് വിട്ടുകൊടുക്കത്തില്ല, നിന്റെ ഭാര്യയെ വിട്ടുകൊടുക്കത്തില്ല, നിന്റെ മക്കളെ വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. നിന്റെ ചാർച്ചക്കാരെ വിട്ടുകൊടുക്കത്തില്ല. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. യേശു പറഞ്ഞു, പത്രോസേ, ആമേൻ, നിന്നെ ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് പലവട്ടം ആമേൻ ശത്രു എന്നോട് അവകാശം ചോദിച്ചു. പക്ഷേ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. ഇന്ന് പകൽ ഞാനും നിങ്ങളും തകരാതിരിക്കുന്നത്, ഞാനും നിങ്ങളും ആമേൻ നശിച്ചു പോകാതിരിക്കുന്നത് ഇന്ന് പകൽ അവൻ നമ്മളെ ശത്രുവിന് വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ്. ഇന്ന് പകൽ നമ്മളെ ദൈവം വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് പകൽ ഹല്ലേലൂയ. ദൈവ കുഞ്ഞേ, നിന്റെ ആമേൻ സ്തോത്ര തലമുറയെ ശത്രുവിന് ദൈവം വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. അവനെ തട്ടി ഉണർത്തി ഉടനെ അവൻ്റെ കൈമിൽ നിന്ന് ചങ്ങല ആമേൻ സ്തോത്ര ചങ്ങല വീണുപോയി. ഇന്ന് പകൽ ചിലതെല്ലാം വീഴാൻ പോവാ. ഇന്ന് പകൽ നമ്മളത് കാണാൻ പോവാ. പറഞ്ഞ ഇന്ന് പകൽ ഞാൻ അത് കാണും. ചില ചങ്ങലകൾ വീഴുന്നത് ഞാൻ കാണും. എൻ്റെ കുടുംബത്തിനകത്ത് ചില ചങ്ങലകൾ വീഴുന്നത് ഞാൻ കാണും. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ചങ്ങല വീണു. ആമേൻ സ്തോത്രം. ദൂതൻ അവനോട് പറഞ്ഞു, അര കെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന്. ആമേൻ. അര കെട്ടുക. ഇപ്പൊ ഈ കാരാഗ്രഹത്തിനകത്ത് കയറിയപ്പോൾ അരക്കെട്ടെല്ലാം അഴിച്ച് ആമേൻ വചനം പറയുന്നു, സത്യം അരയ്ക്ക് കെട്ടണം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും ആമേൻ സ്തോത്രം. ക്രിസ്തുവിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അടുത്ത് പറഞ്ഞു അര കെട്ടി. ഈ കാരാഗ്രഹത്തിനകത്ത് കയറിയപ്പോൾ ഇപ്പൊ ചെരുപ്പൂരി എന്ത് ചെയ്തു? ഹലോ, പത്രോസിന്റെ കാലിൽ എന്തില്ല? ഏത് ചെരുപ്പാ? സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം. ഈ കാരാഗ്രഹത്തിനകത്ത് അമ്മ, അതുകൊണ്ടാണ് നമ്മൾ ആരെടുത്തും എന്ത് ചെയ്യാത്തെ? സുവിശേഷം പറയാത്ത എന്താ? ചെരുപ്പ് നോക്കി ചപ്പലുണ്ടോ? സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം കാലിൽ ചെരുപ്പായി ഇട്ടിട്ടുണ്ടോ? അമേ സ്തോത്രം. ഇവ കാരാഗ്രഹത്തിനകത്ത് കയറി. അപ്പോ ഇനി പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. പത്രോസ് വിചാരിച്ചു, ഇനി യാക്കോബിനെ കൊന്നു, ഇനി ഞാനും എന്ത് ചെയ്യും? പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചെരുപ്പൂരി മാറ്റിവെച്ചു. ചെരുപ്പിട്ട് മുറുക്കുക. അവൻ അങ്ങനെ ചെയ്തു. ആ, നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക. ഓ, നിന്റെ മേലൊരു പുതപ്പ് കിടപ്പുണ്ട്, വസ്ത്രം പുതച്ചോണം. അവൻ ഈ വസ്ത്രവും മാറ്റിവെച്ചു, ചെരുപ്പും മാറ്റിവെച്ചു. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് കിടക്കാം. ഇനി വയസ്സൊക്കെ 10-70 ആയി. ഇനി എന്ത് പ്രതീക്ഷയാണ് അല്ലേ? ദൈവം പറയുന്നു, നിന്റെ ചെരുപ്പിട്ട് എന്ത് ചെയ്യണം? നിന്റെ ആര മുറുക്കി നിന്നെ കൊണ്ടൊരു പ്രവൃത്തി ചെയ്യാനുണ്ട്. നിങ്ങളെ കൊണ്ടൊരു പ്രവൃത്തി ദൈവത്തിന് ചെയ്യാനുണ്ട്. ഈ പട്ടണത്തിനകത്ത് നിങ്ങളെ ആമേൻ സ്തോത്രം വിളിച്ച് വേർതിരിച്ച് വെച്ചിരിക്കുന്ന നിങ്ങളെ കൊണ്ട് ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യാനുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറഞ്ഞു, നിങ്ങളുടെ അരക്കെട്ടി ആമേൻ കാലിൽ ചെരുപ്പിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ പുതപ്പ് എടുത്ത് പുതച്ചുകൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക. ഇന്ന് പകൽ ഒന്ന് നമ്മൾ ഉണരണം, 2 അര കെട്ടണം, 3 ചെരുപ്പിടണം, ആ നീതിയുടെ വസ്ത്രം എടുത്ത് എന്ത് ചെയ്തോണം? ആ ക്രിസ്തുവിനെ ധരിച്ചോണം. ക്രിസ്തു എന്ന പുതപ്പിനെ ആമേൻ എടുത്ത് ധരിക്കണം. എന്നിട്ട് ധരിച്ചിട്ട് ദൂതൻ പറഞ്ഞു, നീ എൻ്റെ പിന്നാലെ വരിക. ആമേൻ സ്തോത്രം. ദൂതൻ മുമ്പേ പോകും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പത്രോസിനോട് പറഞ്ഞു, നീ പുറകെ വരാൻ പറഞ്ഞു. പത്രോസ് പുറകെ പോയി. അടുത്ത അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ്. ശ്രദ്ധിച്ച് കേൾക്കണേ.
ഇവനെ ലോക്ക് ചെയ്ത ഒരു ലോക്കല്ല, രണ്ടല്ല. സ്തോത്രം. ഈ സാധാരണ ഒരു വ്യക്തിയെ ചെറിയൊരു ലോക്കിട്ടാൽ മതി. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ ചെറിയ ലോക്കിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. എങ്കിലെന്നേ നമ്മളൊക്കെ തകർന്നു പോയേനെ. ഒരാഭിചാരത്തിനും എന്ത് ചെയ്യാൻ പറ്റിയല്ല. പ്രാർത്ഥിക്കുന്നവൻ എന്ത് ചെയ്യാൻ പറ്റില്ല. പ്രാർത്ഥിക്കുന്നവനെ സമയം കിട്ടുന്നില്ല പാസ്റ്റേ. പ്രാർത്ഥിക്കുന്നവനെ ഒരു ലോക്കല്ല, രണ്ടല്ല. സ്വതന്ത്രം. ഇവർക്കറിയാം പത്രോസിനെ ആദ്യം കാരാഗ്രഹത്തിൽ ഒന്നിട്ടതാ. അപ്പോഴും ആരിറങ്ങി വന്നു? കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിനെ എന്ത് ചെയ്തു? പത്രോസിനെ പുറത്താക്കിയിട്ട് സ്വത്രം അതേപോലെ കാരാഗ്രഹത്തെ പൂട്ടിയിട്ടു. ഇന്ന് പകൽ ഞാൻ പറയും, പിശാചൻ നീ എത്ര ലോക്ക് ചെയ്തിട്ടുണ്ട്, അല്ല ലോക്ക് അങ്ങനെ കിടക്കുകയും ചെയ്യും. ഞങ്ങൾ അതിന്ന് പുറത്തു വരും. ഞങ്ങൾ അതിനകത്തുനിന്ന് പുറത്തു വരും. നിന്റെ ഗോദ്രേജിന്റെ ലോക്ക് അവിടെ കിടക്കത്തേയുള്ളൂ. ഞാൻ പറയും, പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞ്, ശത്രു നിന്നെ ഇടത്തും വലത്തും പൂട്ടിയാലും പൂട്ടങ്ങനെ കിടക്കും. നീ അതിനകത്തു നിന്ന് പുറത്തു വരും. കാരണം എന്തെന്നറിയാമോ? ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവന് ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് പകൽ നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്നെ ലോക്ക് ചെയ്ത് വയ്ക്കുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഒരിക്കൽ ഈ ലോക്ക് പൊട്ടിച്ച് അവൻ പുറത്തു വന്നത് കൊണ്ട് രണ്ടാമത് ലോക്ക് ചെയ്തപ്പോ ഒന്നാം കാവൽ വെച്ചു, രണ്ടാം കാവലിനും മൂന്നാം കാവലിനും അകത്താക്കി. സ്തോത്രം. എന്നിട്ട് ശത്രു പറഞ്ഞു, ഇനി നീ പുറത്തു വരണം. സ്തോത്രം. ഈ 3 കാവലിനകത്തൂടെ കൊണ്ടുപോയപ്പോഴേ പത്രോസിന് മനസ്സിലായി ഇനി പുറത്തു വരാൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഒരു പ്രതീക്ഷയില്ലാതെ മുഖത്ത് നോക്കിയാലേ അറിയാം ഒരു പ്രതീക്ഷയും. ഇത് നമ്മുടെ പകലായിന്ന്, ഇത് നമ്മുടെ ദിവസമാണ്, അടുത്തൊരു ദിവസമല്ല. എനിക്കറിയാം, ഞാൻ ഇന്ന് പകലിൽ ഇവിടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് എനിക്കറിയാം. കർത്താവിൻ്റെ ദൂതൻ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് എനിക്കറിയാം. ഇന്ന് പകൽ ചില മുഖങ്ങളെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കും. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ചില കാരാഗ്രഹ മുഖങ്ങളെ ദൈവം തകർക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൂതൻ വന്നപ്പോൾ ഒന്നാമത്തെ കാവൽ സ്വതവേ എന്ത് ചെയ്തു? സ്വതവേ തുറന്നു. ഭയങ്കര ലോക്ക ശത്രു വിട്ടത്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവകഞ്ഞൻ നീ ഒന്ന് ഉണർന്നാൽ ഹല്ലേലൂയ, നീ നടക്കുമ്പോൾ തന്നെ ചില ലോക്കുകൾ സ്വതവേ തുറക്കും. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. ആ താക്കോലിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ശത്രുവിൻ്റെ ഏത് ലോക്കും തുറക്കാൻ പറ്റും. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിയും. ഇന്ന് പകൽ ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത്, പക്ഷെ പരിശുദ്ധാത്മാവ് പത്രോസിൻ്റെ മേൽ വന്നപ്പോൾ ഈ താക്കോലിന് ചെറിയൊരു മാറ്റം വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇത് സെൻസറായി മാറി. നമ്മുടെ കയ്യിലിരിക്കുന്ന താക്കോൽ സെൻസറാ. ഹലോ, ആണോ പാസ്റ്റേ? ആന്നേ. ഈ സെൻസറിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ മാളുകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഡോർ എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേലുണ്ടെങ്കിൽ ദൈവകുഞ്ഞ് നീ സെൻസറാ. നീ ചെല്ലുമ്പോൾ തന്നെ പത്രോസ് 1-ാം കാവലിൻ്റെ അവിടെ ചെന്നപ്പോൾ ദൂതൻ കടന്നുപോയി. 1-ാം കാവലിൻ്റെ അവിടെ ചെന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു? വാതിൽ സ്വതവേ തുറന്നു. ഹല്ലേലൂയ. ശത്രു കെട്ടി വെച്ചത് സ്വതവേ തുറന്നു.
ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നീ എഴുന്നേറ്റാൽ, നീ ആത്മാവിൽ ഒന്ന് എഴുന്നേറ്റാൽ, ഇന്ന് പകൽ ചില വാതിലുകൾ നിന്റെ മുമ്പിൽ സ്വതവേ തുറക്കപ്പെടും. സ്വതവേ തുറക്കപ്പെടും. ഹല്ലേലൂയ. ഒന്നാം കാവൽ തുറന്നു. രണ്ടാമത്തതും എന്ത് ചെയ്തു? രണ്ടാമത്തതും തുറന്നു. മൂന്നാമത്തെ വാതിലും എന്ത് ചെയ്തു? പട്ടണത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ ഇരുമ്പ് വാതിൽ പിശാച് പറഞ്ഞു, ഈ രണ്ടെണ്ണം നീ പൊട്ടിക്കും, മൂന്നാമത്തത് എന്ത് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് പൊട്ടിക്കാൻ പറ്റില്ല. ഇത് ഇരുമ്പ് വാതില. ഇത് സ്തോത്രം ഇന്ന് വരെ ആരും എന്ത് ചെയ്തിട്ടില്ല. ഇന്ന് വരെ ആരും സ്തോത്രം ഇന്ന് വരെ ആരും തുറന്ന് എന്ത് ചെയ്തിട്ടില്ല. ഇതിനെ പൊട്ടിച്ച് ആരും കണ്ടിട്ടില്ല. ഇന്ന് പകൽ പറഞ്ഞ് ഇന്ന് വരെ പൊട്ടാത്തത് ഇന്ന് പകൽ പൊട്ടും. ഇന്ന് വരെ ആരും തുറക്കാത്തത് നമ്മൾ തുറക്കും. സ്തോത്രം ഇന്ന് പകൽ ഞാൻ പറയും, ഇതിനകത്തിരുന്ന് കരമടിച്ച് ആരാധിക്കുന്ന ദൈവകുഞ്ഞെ, ഇന്ന് പകൽ നിന്നെ നോക്കി ഞാൻ പ്രവചിച്ചു വിളിച്ചു പറയും. സ്തോത്രം ഇന്ന് പകൽ ആ സെൻസർ നിന്റെ മേൽ ആക്റ്റീവ് ആകാൻ പോകുക. നീ എഴുന്നേറ്റ് പട്ടണത്തിലൂടെ നടക്കുമ്പോൾ പട്ടണത്തിന്റെ ഇരുമ്പ് വാതിലുകൾ ഇന്ന് പകൽ സ്വതവേ തുറക്കപ്പെടും. ജനം വിടുവിക്കപ്പെടും. കുടുംബങ്ങൾ വിടുവിക്കപ്പെടും. തലമുറകൾ വിടുവിക്കപ്പെടും. ഇന്ന് പകൽ ആത്മാവിന്റെ ചലനം അവൻ ചലിച്ചു തുടങ്ങട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാല ചങ്ങലകൾ അഴിയും. പുറത്തുള്ള വാതിലുകൾ സ്വതവേ തുറന്നു കൊടുത്തു. പത്രോസിന് എന്ത് വന്നെന്നാ? പത്രോസിന് സുബോധം വന്നു. അപ്പോൾ ഇതുവരെ സുബോധം ഇല്ലായിരുന്നു. ദൈവം നമ്മൾ ഈ സെൻസറൊക്കെ വെച്ചാൽ ഇങ്ങനെ വിട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ചിന്ത ഇപ്പോഴും നമ്മൾ ഭയങ്കര പ്രതികൂലമാണ്. എവിടെ നിന്നോ ബന്ധനം നമുക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു, ഈ ഭൂമിയിൽ ബന്ധനമില്ലാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ, ബന്ധിക്കാൻ പറ്റാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ ആരേ ഉള്ളൂ? പത്രോസിന് അതുവരെ നടന്നതൊന്നും അവൻ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇന്ന് പകൽ ഞാൻ പറയും, ദൈവം ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ ഒരു സ്വപ്നം കാണുന്നവരെ പോലെ ആയിരിക്കും. വിശ്വസിക്കാൻ പറ്റില്ല. ഇത് സ്തോത്രം ഈ നുകങ്ങൾ പൊട്ടി മാറുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? ഹല്ലേലൂയ. ഇന്നലെ വരെ ഒരു പ്രതീക്ഷയില്ലാതെ രാത്രി കിടന്നുറങ്ങുമ്പോൾ പത്രോസിന്റെ ഹൃദയത്തിൽ അറിയാം, നാളത്തെ ദിവസം എനിക്കുള്ളതാണ്. സ്തോത്രം യാക്കോബിനെ പോലെ ഞാനും മരിക്കേണ്ടതാണെന്നുള്ള ചിന്തയോടെ കിടന്നവൻ ഇപ്പോൾ ഇതാ ഒരു സ്വപ്നം കാണുന്നത് പോലെ പ്രതീക്ഷിക്കാത്ത നിലയിൽ പെട്ടെന്ന് അവന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നു. ഇന്ന് പകൽ ഞാൻ പറയും, പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത്. പെട്ടെന്നെന്ന് പറഞ്ഞാൽ എന്നാ? ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരുന്ന ഒരു ചിന്ത ഇതാണ്, പാസ്റ്ററെ പെട്ടെന്നെന്ന് പറഞ്ഞാൽ എന്നാ? കർത്താവ് പറഞ്ഞു, എന്നെ നാഴിക വന്നിട്ടില്ല. സ്തോത്രം. അപ്പോൾ ഒരു ചോദ്യം, കർത്താവ് എപ്പോഴാണ് നിന്റെ നാഴിക? ഇന്ന് പകൽ കർത്താവിൻ്റെ നാഴിക വരുന്നത് 6 മാസം കഴിഞ്ഞിട്ടല്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ എന്ത് ചെയ്യും? പുനരുത്ഥാന നാളിലല്ല. വചനം പറഞ്ഞു, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അത് വൈകിയാലും വരും നിശ്ചയം. അതിനായി എന്ത് ചെയ്യണം? അപ്പോൾ വൈകിയാലും വരുമെന്ന് പറഞ്ഞാൽ ആരാ വൈകിക്കുന്നേ? മാർത്ത പറയാ, കർത്താവ് ഉയർത്തെഴുന്നേക്കും എന്നാ? പുനരുത്ഥാന ആരാ വൈകിച്ചേ? അപ്പോഴും സ്തോത്രം ഒരുവൻ നിന്നുകൊണ്ട് വിളിച്ചു പറയാ, വിശ്വസിച്ചാൽ ഇന്ന് പുനരുത്ഥാനം നടക്കും, ഇന്ന് ചില ദൈവപ്രവൃത്തി നടക്കും. അപ്പോഴും പുള്ളിക്കാരി പറയും, അയ്യോ വേണ്ട, ഇന്ന് നടക്കത്തില്ല. ഇന്ന് പകൽ ഞാൻ പറയും, ദൈവകുഞ്ഞ നിന്റെ ഹൃദയത്തിനകത്ത് നാളുകൾ കൊണ്ട് വാദിക്കുന്ന ചില ശക്തികൾ ഇന്ന് പകൽക്കാലം തകരാൻ പോകുക. സ്തോത്രം. വിശ്വാസത്താൽ ദൈവപ്രവൃത്തി വെളിപ്പെടാതെ വണ്ണം നിന്റെ ഹൃദയത്തെ സംശയങ്ങൾ ഇട്ട് സ്തോത്രം, ഇതുവരെ നടന്നില്ലല്ലോ, എന്താ ഇത് നടക്കാത്തത്, ഇനി എന്ന് നടക്കുമെന്ന് സ്തോത്രം നിന്റെ ഹൃദയത്തിനകത്ത് സംശയങ്ങൾ ഇട്ട് നിന്നോട് വാദിക്കുന്ന ചില ശക്തികൾ ഇന്ന് പകൽക്കാലം അത് തകരാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. മാർത്തയെ പോലെ സ്തോത്രം സംശയിക്കണ്ട. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് പറഞ്ഞു, കല്ലുരുട്ടി
മാറ്റ്. അവൻ മാറ്റം പറഞ്ഞു, വേണ്ട, മാറ്റണ്ട, മാറ്റണ്ട, നാറ്റം വരും, മാറ്റണ്ട, നാറ്റം വരും. ഹല്ലേലൂയ. എന്റെ ദൈവം പറയുക, എത്ര നാറ്റം ഭവിച്ചതായാലും ഇന്ന് പകൽ ഞാനതിനെ സൗരഭ്യമുള്ളതാക്കി മാറ്റും. ചില കല്ലുകളെ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ഉരുട്ടി മാറ്റുകയാണ്. ചില കല്ലുകളെ ചില കുടുംബത്തിനകത്തു നിന്ന് എന്റെ ദൈവം ഉരുട്ടി മാറ്റുകയാ. അകത്തു നാറ്റം ഭവിച്ചാലും എന്റെ ദൈവം പറയാ, ഇല്ല, ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ സൗരഭ്യ വാസനയുള്ളതാക്കി. ആമേൻ, സ്തോത്രം. ഇന്നലകൾ നിന്റെ കുടുംബത്തെ നോക്കി ആമേൻ എല്ലാവരും കുറ്റം പറഞ്ഞില്ലേ? ആമേൻ, യേശു നിന്നെ സ്നേഹിച്ചതല്ലേ? യേശു സ്നേഹിച്ച കുടുംബമല്ലേ? എന്നിട്ട് എന്താ നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? നിന്റെ കുടുംബത്തിൽ എന്താ ഇങ്ങനെ വന്നത് എന്ന് നിന്റെ അയൽവക്കക്കാരും നിന്റെ സ്നേഹിതന്മാരും നിനക്കും നേരെ, നിന്റെ കുടുംബത്തിന് നേരെ വിരൽ ചൂണ്ടി അവൻ കുറ്റം പറഞ്ഞതല്ലേ? ഹല്ലേലൂയ. സ്വർഗം പറയുന്നു, സ്വർഗം പറയുന്നു, ഇന്ന് പകൽ അവൻ പലരും ചോദിച്ച ചോദ്യം നിന്നെ അവൻ സ്വന്തം നിന്നെ തകർത്തെങ്കിൽ ഇന്ന് പകൽ അവർ നോക്കി നിൽക്കുമ്പോൾ ഒരു സൗരഭ്യവാസന നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടും. ഇന്ന് പകൽ കുടുംബങ്ങൾക്കകത്ത് ആമേൻ ഒരു സൗരഭ്യ വാസന വെളിപ്പെടും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറഞ്ഞു, എന്റെ നാഴിക വന്നിട്ടില്ലെന്ന് പറഞ്ഞ് മിനിറ്റുകൾക്കകത്ത് അവന്റെ നാഴിക വെളിപ്പെട്ടു വന്നെങ്കിൽ പുനരുത്ഥാന നാളിലല്ല, ഇന്ന് പകൽക്കാലം ചിലരിനെ ഉദ്ധരിക്കാൻ, ചിലതിനെ മടക്കി പിടിക്കാൻ, ചില നട്ടങ്ങളെ മടക്കി പിടിക്കാൻ, ചില നട്ടങ്ങളെ മടക്കി പിടിക്കാൻ ഇന്ന് പകൽ ആമേൻ ദൈവത്തിന്റെ നാഴിക ഇന്ന് പകൽ വന്നിരിക്കുന്നു. പകൽ ദൈവകുഞ്ഞ നീ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാഴികയിൽ, നീ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നാഴികയിൽ, നീ അന്യഭാഷ പറയുന്ന നാഴികയിൽ, നീ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന നാഴികയിൽ അവന്റെ മഹത്വം ഇന്ന് പകൽ നിന്റെ മേൽ വെളിപ്പെടും. അവന്റെ കരുതൽ ഇന്ന് പകൽ നിന്റെ മേൽ വെളിപ്പെടും. അവന്റെ സൗരഭ്യ വാസന ഇന്ന് പകൽ നിന്റെ മേൽ വെളിപ്പെടും. ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവമഹത്വം എനിക്കറിയില്ല. ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്കകത്ത് ആ സൗരഭ്യം വെളിപ്പെടാൻ പോകുക. ആ മഹത്വം ഇന്ന് പകൽക്കാലം ആമേ സ്തോത്രം വെളിപ്പെടാൻ പോവുകയാണ്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്വപ്നം കാണുന്നവരെ പോലെ സ്വർഗത്തിലെ ദൈവം ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഹേരോദാവിൻ്റെ കയ്യിൽ നിന്ന് ആമേ സ്തോത്രം ആമേൻ യഹൂദന്മാരുടെ പ്രതീക്ഷയ്ക്കകത്ത് നിന്ന് ആമേ സ്തോത്രം ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി പറയും, ചിലരുടെ പ്രതീക്ഷയ്ക്കകത്തു നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ചില ശത്രുവിൻ്റെ പ്രതീക്ഷയ്ക്കകത്ത് നിന്ന് ആമേൻ ഇന്ന് പകൽ ഞാൻ പറയുന്നു, ദൈവകുഞ്ഞെ നീ ശത്രുവിൻ്റെ പ്രതീക്ഷയ്ക്കകത്തല്ല, നീ ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കകത്താണ്. ഇന്ന് പകൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളെക്കുറിച്ചും പിശാചിനൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇന്ന് പകൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ അതിനേക്കാളും വലുതാണ്. ശത്രു നമ്മളെ ചുറ്റിലും നോക്കിയിരിക്കുന്ന പോലെയല്ല. ഇന്ന് പകൽ അഗ്നി ജ്വാലക്കത്തെ രണ്ട് കണ്ണുകൾ ഈ ഭൂമിയിലേക്ക് നോക്കിയിരിക്കുന്ന ആരാന്നറിയോ? ഈ അസംഖ്യ ദൂതന്മാരെ ദൈവം തൻ്റെ സഭയ്ക്ക് വേണ്ടി അയച്ചത് ആർക്കു വേണ്ടിയാ? പകൽ ദൂതന്മാർ നമുക്ക് ദൈവം കാവലയച്ചിട്ടുണ്ട്. സേവകാത്മാക്കളെ ദൈവം നമുക്ക് ചുറ്റും കാവലയച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഇന്ന് പകൽ ദൂതന്മാരെ അയച്ച് നമ്മളെ സംരക്ഷണ ചെയ്യുവാൻ ഇന്ന് പകൽ നമുക്ക് എന്താ ശ്രേഷ്ഠതയുള്ള? നമുക്കെന്താ ശ്രേഷ്ഠത? ഇന്ന് പകൽ ദൈവത്തിന് നമ്മുടെ മേലൊരു പ്രതീക്ഷ കിടക്കുക. അതുകൊണ്ട് ദൈവം പറയാം, പിശാചേ, നിന്റെ പ്രതീക്ഷയല്ല, എനിക്ക് അവരെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ശത്രുവിൻ്റെ പ്രതീക്ഷയ്ക്ക് ദൈവം നമ്മളെ എന്ത് ചെയ്യത്തില്ല, ഇന്ന് പകൽ നമ്മളെ വിട്ടുകൊടുക്കത്തില്ല. നമ്മുടെ തലമുറകളെ ശത്രുവിൻ്റെ പ്രതീക്ഷയ്ക്ക് ദൈവം വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല.
ആമേൻ. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, നിന്റെ ഭർത്താവിനെ ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിന്റെ ഭാര്യയെ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ മക്കളെ വിട്ടുകൊടുക്കത്തില്ല. അപ്പനെ അമ്മമാരെ വിട്ടുകൊടുക്കത്തില്ല. സഹോദരങ്ങളെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ആമേൻ സ്തോത്രം. ഈ പിശാചിൻ്റെ പ്രതീക്ഷ കയറുന്നത് ആമേൻ സ്തോത്രം എങ്ങനെയെന്നറിയാം? മനുഷ്യരുടെ ഹൃദയത്തിനകത്ത് കയറും. മനുഷ്യരുടെ ഹൃദയത്തിനകത്ത് കയറിയിട്ട് ആമേൻ നമ്മുടെ തകർച്ച മാത്രം ചിന്തിക്കുന്ന ആമേൻ സ്തോത്രം മനുഷ്യരിൽ പിശാച് കയറിയിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവരെ കൊണ്ട് നമ്മളെ തകർക്കാൻ, നമ്മളെ തകർച്ച കാണാൻ ഇങ്ങനെ ശത്രു നോക്കിയിരിക്കുക. ഇവിടെ കണ്ടോ, യഹൂദന്മാർ ഒരു കൂട്ടം പേർ ആമേൻ ഒരുവന്റെ നേരെ ഒരു വ്യക്തിയല്ല ഇരിക്കുന്നത്. ആമേൻ ഒരു യഹൂദ സമൂഹം, ഒരു ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം മുഴുവനും എന്ത് ചെയ്യാം? ഒരു സമൂഹം മുഴുവനും ആരുടെ നേരെ നോക്കി നിൽക്കുക? ഒരുവന്റെ മേൽ നോക്കി നിൽക്കുക. ഇന്ന് പകൽ ഞാൻ പറയും, ആയിരക്കണക്കിന് കണ്ണുകൾ ദൈവകുഞ്ഞെ നിനക്ക് നേരെ നോക്കി നിന്ന് നിന്റെ വീഴ്ച കാണാൻ, നിന്റെ തകർച്ച കാണാൻ ആമേൻ സ്തോത്രം നോക്കി നിന്നാലും ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് പറയുക, ആ പ്രതീക്ഷയ്ക്കകത്തു നിന്ന് ഞാൻ നിന്നെ പോക്കിയെടുക്കും. ആ പ്രതീക്ഷയ്ക്കകത്തു നിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ആ പ്രതീക്ഷയ്ക്കകത്തു നിന്ന് നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. പക്ഷെ പുറത്ത് ദൈവം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? വീണ്ടും ആ ശത്രുവിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് നോക്കി നിൽക്കും. എന്നും കാരാഗ്രഹത്തിനകത്തിടാൻ പറ്റുക, എന്നും നമ്മളെ ഒതുക്കി വെക്കാൻ പറ്റുകയില്ല. പറഞ്ഞു ഇതിൽ ഞാനിവിടെ നിന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം, നിങ്ങൾ ആമേൻ സ്തോത്രം അതിനെ തുറന്നു പറഞ്ഞാൽ പിശാചെ എന്നെ എന്നും ഒതുക്കാൻ പറ്റുകയില്ല, എന്നെ എന്നും ഒതുക്കി നിർത്താൻ പറ്റുകയില്ല. എൻ്റെ ദൈവം എന്നെ പുറത്ത് കൊണ്ടുവരും. ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങളത് പറഞ്ഞു പുറത്ത് വരണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് പുറത്ത് വന്നു, അവൻ രക്ഷപ്പെട്ടു പോയി. ആമേൻ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പുറത്ത് വരണം. ആമേൻ സ്തോത്രം. ഈ ദൂതുകൾ കേൾക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം, കർത്താവ് ഞാൻ ഇന്ന് പകൽ പുറത്ത് വരും. എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ പ്രാർത്ഥനയെ ഒതുക്കിയ മണ്ഡലത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും. എൻ്റെ ശുശ്രൂഷയെ ഒതുക്കിയ മണ്ഡലത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും. നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആമേൻ ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ നാഴിക ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ ഇന്ന് പകൽ ആമേൻ പുറത്തു വരും. ആമേൻ കർത്താവ് നിങ്ങളെ ഇന്ന് പകൽക്കാലം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. പുറത്തു വന്നാൽ നിങ്ങൾ എല്ലാവർക്കും ഒരു ആശ്ചര്യമായിരിക്കും, നിങ്ങൾ എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കും. ആമേൻ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ പത്രോസിനെ പുറത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവനെ പുറത്ത് കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം അവൻ ഹല്ലേലൂയ സ്തോത്രം യഹൂദന്മാരുടെ പ്രതീക്ഷയ്ക്കകത്ത് നിന്ന് ആമേൻ ഹെരോദാവിൻ്റെ പ്രതീക്ഷയ്ക്കകത്ത് നിന്ന് ദൈവം പുറത്ത് കൊണ്ടുവന്നു. ഇനി ഹല്ലേലൂയ ഒരു പ്രാവശ്യം പത്രോസിനല്ലോ ആമേൻ കാരാഗ്രഹത്തിനകത്തിട്ടു, രണ്ടാമത് വിട്ടു. ആമേൻ സ്തോത്രം. ദൈവത്തിന് അറിയാം ഇനി ഇവനെ വിട്ടാൽ ഇനിയും എന്ത് ചെയ്യും? പത്രോസിനെ കാരാഗ്രഹത്തിനിടാൻ സാധ്യതയുണ്ട്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവനെ പുറത്ത് കൊണ്ടുവന്നിട്ട് കർത്താവിൻ്റെ ദൂതൻ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു, നീ ഒരു പ്രാവശ്യം കൂടെ എന്ത് ചെയ്യണം? ഹെരോദാവിനെ ഒന്ന് കാണാൻ പോകണം, അവനൊരു ലോക്ക് കൊടുക്കണം. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയും, നിങ്ങളെ ഒരു നുകത്തിൽ നിന്ന് ദൈവം അഴിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് അടുത്തൊരു നുകത്തിലേക്ക് വിട്ടുകൊടുക്കുകയല്ല. ഇന്ന് പകൽക്കാലം നമുക്ക് വരുന്ന സ്വാതന്ത്ര്യം ഒരു ദിവസത്തേക്കുള്ളതല്ല. ഇന്ന് പകൽ നമുക്ക് വരുന്ന വിടുതൽ ഒരു ദിവസത്തേക്കുള്ളതല്ല. ഇന്ന് പകൽക്കാലം നമുക്ക് വെളിപ്പെടുന്ന വിടുതൽ പെർമനന്റ് വിടുതലാ, അത് സ്ഥിരമായ വിടുതലാ, ഒരു ദിവസത്തേക്കല്ല. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ദിവസത്തെ വിടുതലല്ല, ഇന്ന് പകൽക്കാലം പെർമനന്റ് ആയ വിടുതൽ ആമേൻ നമ്മുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഹെരോദാവിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. ആമേൻ ഹെരോദാവ് ആമേൻ അങ്ങനെ ആമേൻ സ്തോത്രം സിംഹാസനത്തിൽ ഇരുന്ന് തൻ്റെ ആമേൻ സ്തോത്രം പ്രജാപതികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇരുന്ന ജനമെല്ലാം വിളിച്ചു പറഞ്ഞു, നിന്റെ ശബ്ദം ഒരു മനുഷ്യന്റെ ശബ്ദമല്ല, നിന്റെ ശബ്ദം ഒരു ദൈവദൂതന്റെ ശബ്ദം. ആരെങ്കിലും അവൻ നമ്മുടെ ശുശ്രൂഷ കണ്ടോ പ്രാർത്ഥന കണ്ടോ ഇങ്ങനെ പുകഴ്ത്ത് സൂക്ഷിച്ചോണം. മാനവും മഹത്വം ആർക്കുള്ളതാ?
ആമേൻ സ്തോത്രം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്തോത്രം. ഇവരെല്ലാവരും കൂടെ ഇരുന്ന് പുകഴ്ത്തി. സ്തോത്രം. ഹെരോദാവ് അങ്ങ് ആമേൻ സ്തോത്രം ഇരുന്ന സിംഹാസനത്തിൽ നിന്ന് ഒന്നുകൂടെ ആമേൻ ഒന്ന് പ്രൗഢിയോടെ ഇരുന്നു. ആമേൻ നിന്നെ കൊല്ലാനാണ് ഈ പുകഴ്ത്തുന്നതെന്ന് ചിലപ്പോൾ നമുക്കറിയത്തില്ല. ഇത് നമ്മളെ തള്ളിയിടാനാണ് ഈ പുകഴ്ത്തലെന്ന്. പലപ്പോഴും ചില പുകഴ്ത്തൽ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഒറിജിനൽ ആ കർത്താവേ സ്തോത്രം, നമ്മളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ ഒരു മനസ്സ്. പക്ഷേ അടുത്ത ദിവസം വരുന്നത് ആമേൻ നമുക്കറിയാവുക. അപ്പോൾ എല്ലായിടത്തും കയറി നമ്മൾ എന്ത് ചെയ്യണ്ട? എല്ലായിടത്തും കയറി പുകഴ്ച സ്തോത്രം. നമ്മളെ മനുഷ്യനല്ല പുകഴ്ത്തേണ്ടത്, മനുഷ്യനല്ല ഉയർത്തേണ്ടത്. നമ്മുടെ കർത്താവ് നമ്മളെ ഉയർത്തണം. ആമേൻ. ദൈവം നമുക്ക് സാക്ഷ്യം പറയണം. പിശാച് യോബിനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ ആമേൻ ദൈവം സാക്ഷ്യം പറഞ്ഞു. ദൈവം പറഞ്ഞു, ഇവൻ നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകന്നവനും ദൈവഭക്തനും. എന്നാ സാക്ഷ്യം! ദൈവത്തിന് സ്തോത്രം. പക്ഷെ ദൈവം പറഞ്ഞാലോ? നിങ്ങളെന്തിനെ വിഷമിക്കുന്നേ? ഇന്ന് പകൽ ലോകം മുഴുവനും നമുക്ക് വിരോധമായി സാക്ഷ്യം പറഞ്ഞാലും, ലോകം മുഴുവനും നമ്മളെ നിന്ദിച്ചാലും, ഇന്ന് പകൽ എൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരുവനുണ്ട്. ഇന്ന് പകൽ ഇവിടെ ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കുന്നത്, ലോകം മുഴുവനും ഞങ്ങൾക്ക് നേരെ സാക്ഷ്യം പറഞ്ഞാലും, ലോകം മുഴുവനും നമുക്ക് നേരെ വിരൽ ചൂണ്ടിയാലും, ഇന്ന് പകൽക്കാലം നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മുടെ സാക്ഷ്യം പറയുന്ന ഒരുവൻ എൻ്റെ വലത്തുഭാഗത്ത് നിൽപ്പുണ്ട്, നിങ്ങളുടെ വലത്തുഭാഗത്ത് നിൽപ്പുണ്ട്. അവൻ പറയും നമ്മുടെ സാക്ഷ്യം. ദൈവം നമ്മളെ ഉയർത്തണം, ദൈവം നമ്മളെ പുകഴ്ത്തണം. മനുഷ്യൻ്റെ ഉയർച്ചയും പുകഴ്ചയും വരുമ്പോൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ സ്തോത്രം, ഈ രാജാവ് എന്ത് ചെയ്തു? അവനങ്ങ് ആ പുകഴ്ച ഏറ്റെടുത്തു. കർത്താവിന് മഹത്വം കൊടുക്കേണ്ടടുത്ത് കൊടുക്കാത്തത് കൊണ്ട് അവിടെ വചനം ഇങ്ങനെ എഴുതി വെച്ചു, കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി അവനെ അടിച്ചു. അവിടെ എഴുതിയിരിക്കുക, അവൻ പ്രാണനെ വിട്ടു. സ്തോത്രം. കൃമിക്കിരയായി പ്രാണനെ വിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. കൃമിക്കിരയായി പ്രാണനെ വിട്ടു. സാധാരണ എങ്ങനെയാ കൃമിക്കിരയാകുന്നത്? പ്രാണനെ വിട്ടിട്ടാണ്. പക്ഷെ ദൈവം അടിച്ചാൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് നേരെ, ദൈവസഭയ്ക്ക് നേരെ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് നേരെ കൈ നീട്ടിയാൽ എന്ത് ചെയ്യും? മരിച്ചിട്ടല്ല പുഴുവരിക്കുന്നത്. ഞാൻ പറയുന്നു, ഇന്ന് പകൽ നമ്മുടെ കൂടെ എല്ലാം ആരുണ്ട്? ദൂതന്മാർ ഉണ്ട്. നിങ്ങൾ ഇന്ന് പകൽ അത് തിരിച്ചറിഞ്ഞു വേണം പോകാൻ. നമ്മുടെ കൂടെ എല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാർ. അപ്പം ഓരോരുത്തരുടെ എല്ലാവരുടെ അടുക്കൽ നിൽക്കുന്ന ദൂതൻ്റെ എല്ലാവരും ഒരുപോലത്തെ ദൂതന്മാരല്ല. ഒരു MLAക്ക് ഉള്ള സെക്യൂരിറ്റി അല്ല ഒരു MPക്കുള്ള സെക്യൂരിറ്റി അല്ല ഒരു മുഖ്യമന്ത്രിക്ക്. ഒരു മുഖ്യമന്ത്രിക്കുള്ള സെക്യൂരിറ്റി അല്ല ഒരു പ്രധാന മന്ത്രിക്ക്. അവരുടെ പൊസിഷൻ കൂടുന്തോറും ദൂതന്മാർ മാറും. അപ്പോൾ നമ്മൾ സ്തോത്രം, നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ 2 സേവകാത്മാക്കൾ മാത്രമേ കാണൂ. എപ്പോഴും അരമണിക്കൂർ പ്രാർത്ഥിച്ചാലും കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, വീട് അനുഗ്രഹിക്കണം, കർത്താവേ നമ്മുടെ കാര്യം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വേറെ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ 2 സേവകാത്മാക്കൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പം നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, 5 കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ അടുക്ക സേവകാത്മാക്കളെ മാത്രമല്ല സ്പെഷ്യൽ ദൂതന്മാരിറങ്ങും. കാരണം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദേശാധിപതിമാരോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ദൂതന്മാർ. സ്തോത്രം. അപ്പോൾ ബാംഗ്ലൂർ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവന് ഒരു ഉദാഹരണം പറയുവാണേ. സ്തോത്രം. ബാംഗ്ലൂർ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ 4 ദൂതന്മാരുണ്ടെങ്കിൽ കർണാടകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ 40 പേര് കാണും.
ഇപ്പം ഞാൻ നടക്കുമ്പോൾ സ്തോത്രം കർണാടകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദന പോകുമ്പോൾ അവർക്ക് അകമ്പടിയായി എത്ര ദൂതന്മാർ കാണും? അവ 40 ദൂതന്മാർ കാണും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനോടുകൂടെ എത്ര ലാലോച്ച? ലാലോച്ചൻ പറഞ്ഞു അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ച 4000. അപ്പം ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ? എലിശ പ്രവാചകൻ പാർത്തിരുന്ന പട്ടണത്തിനകത്ത് എങ്ങനെ ദൂതൻ വരുന്ന അഗ്നിമയ രഥങ്ങളിൽ അരാം രാജാവിന്റെ സൈന്യത്തെക്കാൾ അധികം ദൂതന്മാർ അവർക്ക് ചുറ്റും എന്ത് ചെയ്യാം? പാളയമിറങ്ങി നിൽക്കുക. ചിലർ പറയാം പാസ്റ്റർ ഇന്നു മുതൽ ഞങ്ങൾ എന്ത് ചെയ്യും? ദേശത്തിന് വേണ്ടി, കർണാടകയ്ക്ക് വേണ്ടി. ഇത് തീരുമാനം എടുക്കുമ്പോൾ ദൂതന്മാർ സജര, അയ്യോ ആരൊക്കെ ഞാൻ പോകണം, ഞാൻ സ്വർഗത്തിൽ ഇപ്പം ഭയങ്കര സംഭവം നടക്കുക. നിങ്ങൾ ഇവിടെ ഇരുന്ന് തീരുമാനം എടുക്കുമ്പോൾ ദൂതന്മാരവിടെ തീരുമാനിക്കാൻ ഞാൻ പോകാം. അവ 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നവരോടല്ല, അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നവരോട് പറയാം. ദൂതന്മാരവിടെ ഇപ്പം സംസാരം നടക്കുക. ദൂതന്മാർ പറയുക 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നത് ഞാൻ പോകാം. കാരണം 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ദേശത്തിന് വേണ്ടി 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ഞാൻ പോയാലേ പറ്റത്തുള്ളൂ. എനിക്ക് ആ ദേശത്തിൻ്റെ വാഴ്ചകളെ തകർക്കാൻ പറ്റൂ. ദൂതന്മാർ പറയുക. ഇപ്പം ദൂതന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് ദൂതന്മാർ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് പകൽ പറയും, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരുടെ കൂട്ടത്തും ഒരേപോലെയല്ല ദൂതന്മാർ നിൽക്കുന്നത്. ദൈവത്തിന് അധികം പ്രയോജനപ്പെടുന്തോറും ദൂതന്മാരുടെ എണ്ണം കൂടും. അപ്പോൾ ഇത് പകൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ കർണാടക സ്റ്റേറ്റിന് വേണ്ടി ഞാൻ ഇപ്പോൾ രാജ്യങ്ങൾക്ക് എൻ്റെ പ്രാർത്ഥന ഒരു സ്റ്റേറ്റല്ല, ഒരു ഇന്ത്യ അല്ല. സ്തോത്രം ലോകത്തിൻ്റെ അറ്റത്തോളം പോയി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ള ഒരു പ്രാർത്ഥനക്കാരൻ. ഇന്ന് പകൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാനിപ്പോൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ കർണാടകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കൂടെ എത്ര ദൂതന്മാരുണ്ട്? 4000. ലാലുവച്ചൻ്റെ കണക്കും പ്രകാരം 4000 ദൂതന്മാരുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വർദ്ധിച്ചാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൂതന്മാരുടെ എണ്ണം കൂടും. ആരെങ്കിലും നിങ്ങൾക്കെതിരായി വന്നാൽ, ആരെങ്കിലും എതിരായി സംസാരിച്ചാൽ, ഇന്ന് പകൽ ദൂതന്മാരെന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ആരെ നേരെയും എന്ത് ചെയ്യരുത്? അവരെ കൂടെ നിൽക്കുന്ന ദൂതൻ്റെ പവർ അറിയാതെ എന്ത് ചെയ്യരുത്? അഭിഷിക്തന്മാരുടെ ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമ്മൾ മറ്റൊരാളെ കൂടെ നിൽക്കുന്ന ദൂതൻ്റെ ശക്തി അറിയാതെ നമ്മൾ എങ്ങാനും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. പക്ഷെ ദൂതൻ എന്ത് ചെയ്യും? പാസ്റ്റർ അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടെന്നേ. സന്തോഷിക്ക്. കാരണം പ്രാർത്ഥിക്കുന്ന എൻ്റെ കൂട്ടത്താരുണ്ട്. എനിക്ക് ചോദിക്കാനും പറയാനും സന്തോഷിക്കുന്നേ. നിങ്ങളെന്തോ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിരിക്കുന്നു. നിങ്ങളൊന്നും പറഞ്ഞെന്നല്ലേ ഞാൻ പറഞ്ഞു, ഉദാഹരണം പറഞ്ഞതാ. ഉദാഹരണം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ കാര്യമായിട്ട് വല്ലതും പറഞ്ഞെങ്കിലോ? സ്വോത്രം. സന്തോഷിക്കേ അരുൺ ബ്രദറെ, സന്തോഷിക്കും. പ്രാർത്ഥിക്കുന്ന എൻ്റെ കൂടെ ഒരു ദൂതനല്ല, 2 ദൂതനല്ല, 3 ദൂതനല്ല. എൻ്റെ പ്രാർത്ഥന വർദ്ധിക്കും തോറും ദൂതൻ്റെ എണ്ണം കൂടും. സന്തോഷിക്കുന്ന ഇന്ന് പകൽ ഈ വെളിപ്പാടുകളെ തുറന്നു വിടുമ്പോൾ സന്തോഷിക്കണം. ഇന്നലെ വരെ ഞാൻ അറിഞ്ഞില്ല എൻ്റെ കൂടെ ഇത്രയും ദൂതന്മാരുണ്ടെന്ന്. സ്തോത്രം. ഇന്ന് പകൽ ഹല്ലേലൂയ സ്തോത്രം സന്തോഷിക്കണം. നമ്മൾ നടക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ദൂതന്മാരുടെ അകമ്പടിയോടെയാണ് നടക്കുന്നത്. പിശാചുക്കൾ നമ്മളെ കാണുമ്പോൾ ആ ഏരിയ വിട്ടുപോകും. കാരണം എന്താണെന്നറിയാമോ? പിശാചിനെ എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ എൻ്റെ കൂടെ വരുന്ന ദൂതന് എൻ്റെ മുമ്പിലുള്ള സ്തോത്രം പൈശാചിക മണ്ഡലങ്ങളെ കാണാം. എനിക്ക് ഹല്ലേലൂയ ചങ്ങല പൊട്ടുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ ലോക്ക് ചെയ്തിരിക്കുന്ന ആർക്ക് കാണാം? ദൂതന് കാണാം. പിശാചിന്റെ നുഖങ്ങളെ ദൂതന് കാണാൻ പറ്റും. പിശാചിന്റെ ബന്ധനങ്ങളെ ദൂതന് കാണാൻ പറ്റും. ഇന്ന് പകൽ ശക്തിയേറിയ ദൂതന്മാർ ഇന്ന് പകൽ നിങ്ങൾക്ക് കാവൽ ഇറങ്ങേണ്ടതിന് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എഴുന്നേൽക്കണം. സ്വത്രം നീ
ആമേൻ. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, നീ എഴുന്നേൽക്കണം, നീ കിടന്നുറങ്ങരുത്, നീ ആത്മാവിൽ നീ ഉണരണം. നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം, അകത്തെ മനുഷ്യൻ ഉണരണം. ഹല്ലേലൂയ. നീ അരകെട്ടി ചേരിപ്പിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീതിയുടെ വസ്ത്രം ധരിച്ച് നീ എഴുന്നേൽക്കണം. നീ എഴുന്നേൽക്കണം. നീ എഴുന്നേറ്റാൽ ആമേൻ നിനക്ക് മുമ്പ് ദൂതൻ നടക്കും, നിനക്ക് മുമ്പ് ദൂതൻ നടക്കും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തിയെ നോക്കി ഞാൻ പറയും, ഇന്ന് പകൽ ഈ ദൂത് കേട്ടിട്ട് ആമേൻ സ്തോത്രം ഈ ആലയത്തിന്റെ പുറത്തിറങ്ങുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ നാളുകൾ കൊണ്ട് ആമേൻ ശത്രു ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ആമേൻ നിങ്ങളുടെ മുമ്പിൽ ആമേൻ ചില ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. നിങ്ങളുടെ ഓഫീസിൽ പോകുമ്പോൾ ചില ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നത് ആമേൻ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. ഹല്ലേലൂയ. നിങ്ങളത് കാണും, നിങ്ങളത് കാണും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കാരണം എന്തെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ദൂതന്മാരുണ്ടെന്ന്. ആമേൻ സ്തോത്രം. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആമേൻ. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ ദൂതന്മാരുണ്ട്. ആമേൻ. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ദൂതന്മാരുണ്ട്. ആമേൻ. ഇന്ന് പകൽ ഈ തിരിച്ചറിവ് നമ്മുടെ അകത്ത് വരണം. പത്രോസിന് സുബോധം വന്നതുപോലെ ദൈവസഭയ്ക്ക് സുബോധം വരണം. ആമേൻ സ്തോത്രം. എൻ്റെ കൂടെ ആരുണ്ട്? നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടണം. സ്തോത്രം. എന്നെ ഇപ്പോൾ ആരും കാണുന്നില്ല എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വരുന്നത് കൊണ്ടാണ് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കാണും, ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമുള്ളത് പറയും, ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും. ആരും എന്നെ കാണുന്നില്ലല്ലോ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമ്മളെ കാണുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു ബോധമുണ്ടെങ്കിൽ എനിക്ക് എല്ലാം പറയാൻ പറ്റില്ല, എല്ലാം ചെയ്യാൻ പറ്റില്ല, എല്ലാം കാണാൻ പറ്റില്ല, എല്ലാം കേൾക്കാൻ പറ്റില്ല. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ ഇത്രയും സമയം ഞാൻ പ്രസംഗിച്ച ഒരു ദൂതും മനസ്സിലായില്ലെങ്കിലും ഒറ്റ കാര്യം മനസ്സിലാക്കാൻ, നിങ്ങളെ കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്, ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഈ ദൂതനെ നമുക്ക് വേണ്ടി ദൈവം അയച്ചത് നമ്മുടെ മുമ്പിലുള്ള വഴികളെ തുറക്കാൻ, നമ്മുടെ ചങ്ങലകളെ അഴിക്കാൻ. ആമേൻ. ദൂതൻ നമ്മളെ ചങ്ങലയിടാൻ ഇടവരുത്തരുത്. ദൈവത്തിന് ഹിതമില്ലാത്ത ഒന്നും നമുക്ക് വേണ്ട, ദൈവത്തിന് ഹിതമില്ലാത്ത ഒന്നും നമുക്ക് വേണ്ട. ഇന്ന് പകൽ എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. സ്തോത്രം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.